ടീം ഫോട്ടോ 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 അതാ ഒരു ടീം വരുന്നു. ഹായ് ഹായ് ഫ്രണ്ട്സ്, നമ്മളന്നേരം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് താഴെ ഇങ്ങനെ ഇറങ്ങുവാണ്. അന്നേരം നമ്മൾ അങ്ങോട്ടാ പോന്നേ, വാഗമൺ ട്രിപ്പ് പോവുക. നമ്മുടെ മിട്ടുമുണ്ട്, നമ്മൾ വണ്ടി കാത്ത് നിൽക്കുക. എങ്ങോട്ടാ പോന്നേ? വാഗമണ്ണ് പോവുക. ആ ഒരു ടീം ഫോട്ടോ 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 അതാ ഒരു ടീം വരുന്നു. ഹായ് നമ്മളിങ്ങനെ വാഗമൺ പോകാനുള്ള പരിപാടിയിൽ ബസ്സിൽ കയറിയിട്ടുണ്ട്. പാട്ടിട്ടിട്ടുണ്ട്. കോപ്പിറൈറ്റ് അടിക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ വോയിസ് കട്ട് ചെയ്തത്. അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ ആയിട്ട്, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. ചായ കുടിക്കാൻ ഇറങ്ങി അല്ലേ? നമ്മളങ്ങനെ വാഗമണെത്തി. വാഗമണിൽ നമ്മൾ റൂം എടുത്തേക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് വീട്, 2 നില വീടാണ്. ഇവിടാണ്, മേളത്തെ നിലയിലാണ് നമ്മൾ താമസിച്ചത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടായിരുന്നു. പാട്ടൊക്കെ ഇട്ട് അന്നേരെ തുടങ്ങി. പാട്ടും ഡാൻസും എല്ലാം ആയിരുന്നു. ഫസ്റ്റ് ഗ്രില്ല് ചെയ്ത ചിക്കനൊക്കെ കൊണ്ടുകൊടുത്ത് എല്ലാവരെയും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് പിള്ളേർ കൊച്ച് കിടന്ന് ഡാൻസും, എല്ലാവരും ഡാൻസും പാട്ടുമായിരുന്നു. വണ്ടിയിൽ തന്നെ പാട്ടും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വോക്ക് ഉണ്ടായിരുന്നു. വോക്ക് സെറ്റ് ചെയ്ത് അത് കാരണം പ്രത്യേകിച്ച് പാട്ടും ബോക്സും ഒന്നും എടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നല്ല സൂപ്പറായിരുന്നു.
നമ്മൾ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങാം. ഇതായിരുന്നു വീട്. രാത്രി ആയിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഇതാണ് നമ്മൾ വന്ന വണ്ടി ചോയ്സ്. ഫുള്ള് വൈബായിട്ട് നമ്മളിങ്ങനെ പോവുക അടുത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ. നമ്മൾ ഫസ്റ്റ് പോയത് അഡ്വഞ്ചർ പാർക്കിലോട്ടാണ്. വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ള അന്നേരം അതൊക്കെയൊന്ന് കാണാം. റേറ്റ് അല്പം കൂടുതലായിരുന്നു എന്നേ ഉള്ളൂ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനൊക്കെ ഒരാൾക്ക് 250 രൂപ വെച്ചിട്ടായിരുന്നു. 250, സൈക്ലിങ്ങിനൊക്കെ 350, അങ്ങനെ ആ റേഞ്ചൊക്കെ. ഏറ്റവും കുറഞ്ഞ 250 രൂപ. പൊന്നോ നടത്തിക്കേ. നടത്തി കൊണ്ടുപോകണം. അടുത്ത ബാച്ചിന്റെ കൂടെ കൈ പിടിച്ചു. അത് 5 മിനിറ്റ് സമയമുള്ളേ. ഫോട്ടോ ഒക്കെ എടുക്കുന്നവർ ആദ്യം എടുത്തോണം കേട്ടോ. പൊന്നു പിടിച്ചോ. പേടിയാവുന്നോ? പേടിയാവുന്നോ? മാറേ. പേടിയാവുന്നോടെ? ഓടെ എന്താണ് പയ്യെ പയ്യെ വരുന്നേ? ഇതെന്താ പറ്റി? ആ അത് കാരണം അല്ലയോ? താഴോട്ട് നോക്കാറുണ്ടാ ശിവ കുലുങ്ങുന്നുണ്ടല്ലയോ? അയ്യോ കുലുങ്ങുന്ന. അയ്യോ അല്ല, ഈ കമ്പി ഇങ്ങനെ വെച്ചോണം. പോവാണെങ്കിൽ കമ്പി പിടിച്ചോണം കേട്ടോ. ഇങ്ങനെ ഇന്നോ കമ്പി പിടിച്ച വിട്ടെന്താ പറ്റി? ഇനി വാ. നീ എന്താ മേടിക്കുന്നേ? നമ്മളിതൊക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമ്മളത് കഴിഞ്ഞ് പിന്നെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈൻ വാലിയിലോട്ടായിരുന്നു. പൈൻ ഫോറസ്റ്റ് എന്ന് പറയും. അവിടെ ഫോട്ടോഷൂട്ടിന് പറ്റിയതാണ്. ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന അവിടെ തന്നെ ഉണ്ട്. ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതൊക്കെ. നമ്മൾ പിന്നെ ക്യാമറ ആയിട്ട് പോയിട്ട് നമ്മൾ തന്നെ എടുത്തേ. പിന്നെ അതിനുശേഷം പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഞ്ചാലിമേട്ടിലോട്ടാണ്. ഏകദേശം വൈകിട്ടായി പാഞ്ചാലിമേട്ടിലെത്തിയപ്പോഴത്തേക്ക്. ട്രിപ്പ് പ്ലാനിങ് ഭയങ്കരമായിരുന്നു.
നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തത് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ, ശ്രീജിത്ത് എന്ന് പറഞ്ഞാണ്. നമ്പർ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അന്നേരം ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഫുൾ ട്രിപ്പും പ്ലാൻ ചെയ്ത് തരും, വണ്ടിയും റൂമും എല്ലാം സെറ്റ് ചെയ്ത് തരും. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് രാത്രി ഒരു 7 മണിയൊക്കെ ആയി. ഇരുട്ടി തുടങ്ങിയിട്ട് ഇറങ്ങി. നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു പോയത്. എല്ലാവരും എൻജോയ് ചെയ്ത് ഒരു ട്രിപ്പായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.